ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പൂട്ട് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രകാശ, ഇവക്കാകെ മാറിയാണ് നിൽക്കുവാണെന്നാ തോന്നുന്നത്. നിന്റെ തലമുണ്ട അടിച്ചു പൊളിക്കും അവള്. എന്താ എന്താ ഇവിടെ? അതെ, മോള് കാട്ടിക്കൂട്ടുന്നൊന്നും അച്ഛനമ്മേ കാണുന്നില്ലല്ലോ. ഇത് കണ്ടവന്റെ വീടാ, അല്ലാതെ ഇവളെ കെട്ടിയവന് ഇഷ്ടദാനം കിട്ടിയൊന്നുമല്ല. മോള് എന്ത് ചെറ്റതരം കാണിച്ചാലും തന്ത എന്നാലേ സപ്പോർട്ട് ചെയ്യല്ലോ. വാടക വീട്ടിൽ കയറി വലിയ അധികാരം കാണിക്കാൻ നിന്നാലുണ്ടല്ലോ, അവര് വന്ന് അകത്ത് കിടക്കുന്ന പടുകളവി അടക്കം പിടിച്ച് പുറത്തെറിയും. മനോജ് ഈ മുറി പൂട്ടി പോയപ്പോ നിന്റെ ഈ രോഷമൊന്നും കണ്ടില്ലായിരുന്നല്ലോ. അന്നെന്താ ഇത് സ്വന്തം വീടായിരുന്നോ? കണ്ടവന്റെ വാടക വീട്ടിൽ പൂട്ടിട്ടപ്പോ തോന്നാത്ത ഉത്തരവാദിത്വ ബോധം ഒന്നും എന്റെ മോനെ ഇപ്പൊ തോന്നണ്ട. അച്ഛനും കൂടി ഇവള് കാണിക്കുന്ന തോന്നിവാസത്തിന് കൂട്ടി നിൽക്കരുത്. വസന്തേ, വസന്ത തന്നെയാ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ ഈ വീട്ടിലെ മൂത്ത മോളാ. എനിക്കും ചില അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മ പഴയതൊക്കെ അങ്ങ് മറന്നുപോയോ? ഇവരുടെ ജാതകദോഷം കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്നവരല്ലേ നിങ്ങൾ? ഓ, ഈ മൂതയിൽ കുടിപ്പിച്ച കണ്ണിന് ഇതിന്റെ കയ്യും കണക്കുണ്ടോ? ഇവളെ ഈ വീട്ടിൽ നിന്ന് ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടതിന് ശേഷമാ സത്യം പറഞ്ഞ ഇവിടെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വന്നു തുടങ്ങിയത്. പിന്നെയും വലിഞ്ഞു കയറി വന്നിരിക്കും അവള്. എന്താ വന്നെ പ്രശ്നം? ഇവിടെ ഉണ്ടായിരുന്നോ? ആര് കേട്ടാലും വസന്ത പറയാനുള്ളത് പറയും. ഒരു കുറിപ്പിന്റെ മോനും എനിക്ക് പ്രശ്നമല്ല. നിർത്തടി. ഇനി നീ ഇവിടെ കിടന്ന് നാവിട്ട് അടിച്ചാലേ അടിച്ച് കരണം പൊളിക്കും ഞാൻ. മിണ്ടി പോകരുത്. ഇവിടെ ഒരു മുറിയുള്ളപ്പോ എന്റെ മോളും മരുമോനും കിടക്കേണ്ടത് വരാന്തയിലല്ല. അച്ഛൻ പറഞ്ഞതുപോലെ മുറി പൂട്ടിയെടുത്ത് പോയപ്പോ നോവാത്തവർക്കൊന്നും മുറി തുറക്കുമ്പോഴും നോവണ്ട. അങ്ങോട്ട് മാറ്. മോളെ, ജഗനെയും കൊണ്ട് അകത്തു പോ. വസന്തേച്ചി, ഭാര്യ വീട്ടിലെ സൗകര്യക്കുറവ് മാനിച്ച് സന്തോഷത്തോടെ തറയിൽ കിടന്നു വെച്ച് വസന്തേച്ചിയെ പോലെ തറയാവാൻ പറ്റില്ലല്ലോ. പ്രകാശ, അവൻ പറഞ്ഞത് അമ്മേ. അച്ഛ, അവൻ വിളിച്ച അച്ഛൻ കേട്ടില്ലേ? എന്നെ തറയുന്നു. അയ്യോ, മാനത്തെ കൊട്ടാ